ഹലോ, കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. എനിക്ക് ഇത്രയും നാൾ ഇപ്പോഴും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ പഠിക്കുന്നതും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നതും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഇന്ന് ലേറ്റായി. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ചിയാ സീഡ് ഇട്ട് വെക്കും. എന്നിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെ പഠിക്കാതിരിക്കുന്ന സമയത്ത് വെള്ളം കൂടെ അടുത്ത് വെച്ചേക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് എഴുതി അത് നോക്കിയാണ് പഠിക്കുന്നത്. എനിക്ക് PDF വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ശോകമായിരുന്നു, ആ ഒരു സൈറ്റ് കിട്ടിയില്ല. പിന്നീട് ഞാൻ ഇതായിരുന്നു എഡിറ്റോറിയലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം യൂട്യൂബിൽ എഡിറ്റോറിയലാണ് പിന്നീട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമൊക്കെ ഇപ്പം ഒരുവിധം ഉള്ളത് കഴിഞ്ഞു. ഇപ്പോൾ IBPS POയുടെ മെയിൻസ് എക്സാം ഉണ്ട്, RRB POയുടെ എക്സാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരുവിധം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന എക്സാം SBIയുടെയും പിന്നെ IBPS. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് IBPS PO പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് കുറേ നാളായി, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പം IBPS POയുടെ പ്രിലിംസ് ക്ലിയർ ആയിട്ട് ഇനി മെയിൻസിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ എഡിറ്റോറിയൽ കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വൊക്കാബുലറിയൊക്കെ എഴുതിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ കാപ്പി കുടിക്കാനായിട്ട് അപ്പവും ചമ്മന്തിയും മുട്ടയായിരുന്നു. അപ്പം കാപ്പി കുടിക്കുന്ന സമയത്തും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്തും രാത്രിയൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ TV കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് SBI PO പ്രിലിംസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ കുറേ നാളായി ഈ പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ നല്ലപോലെ മാർക്ക് കുറവുണ്ടായിരുന്നു. കാരണം ആ ഒരു സ്പീഡൊക്കെ കുറഞ്ഞിട്ട് കുറേ നാൾ മെയിൻസിൻ്റെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ആ വെള്ളം റീഫിൽ ചെയ്ത് പിന്നെ വന്നിരുന്നിട്ട് ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് ഇപ്പം RRB POയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം ആ ഒരു സമയത്തെല്ലാം ഫുള്ളായിട്ടും IBPS ക്ലർക്കിൻ്റെയും POയുടെ എല്ലാത്തിൻ്റെ മെയിൻസും അടുത്തടുത്ത് വന്നതുകൊണ്ട് ഫുൾ മെയിൻസിന് വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ പ്രിലിംസിൻ്റെ ആ ഒരു സ്പീഡൊക്കെ കുറഞ്ഞു. പിന്നെ അതിന് ഇമ്പ്രൂവ് ആക്കണം. കാരണം ഇനി SBI POയുടെയും SBI ക്ലർക്കിൻ്റെയും പ്രിലിംസ് എക്സാം വരാനുണ്ട്. അപ്പം സ്പീഡാണ് നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡും വേണം, ആക്യുറസിയും വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു പ്രിലിംസിൻ്റെ ഇതൊക്കെ അനാലിസിസ് ചെയ്യുന്നു. പ്രിലിംസ് മോക്ക് എടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യും. പക്ഷേ മെയിൻസ് മോക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അനാലിസിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് മരിച്ചിനിയും മീൻകറിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് സ്ക്രഞ്ചിയുടെയൊക്കെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ടെറസിൻ്റെ മുകളിലൊക്കെ പോയിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും ചോറ് കഴിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും പഠിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സ്ക്രഞ്ചീസിൻ്റെയൊക്കെ. അപ്പോൾ അവർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ പിന്നെ തൊട്ട് മേലായിട്ട് ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്, ശിവപാർവതി ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ബാക്കി പഠിച്ചത്. അപ്പോൾ ഇന്ന് ഒരുപാടൊന്നും ഞാൻ പഠിച്ചൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ വന്നിരുന്നിട്ട് നമ്മൾ രാവിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കിട്ടാത്തത് ഈ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലുട്ടാപ്പി എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ കുറേ ഇതുപോലെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കുറേ നേരം കളിപ്പിച്ചിട്ട് പിന്നെ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.